നമസ്കാരം. കാത്തിരിപ്പിന് വിരാമം. കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം നാളെ ജയിൽ മോചിതനാകും. സൗദി അറേബ്യയിൽ ദീർഘകാലമായി തടവിൽ കഴിഞ്ഞിരുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനം തൊട്ടടുത്തേക്ക് എത്തി നിൽക്കുന്ന നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കോടതി നിശ്ചയിച്ച പ്രകാരമുള്ള 20 വർഷത്തെ തടവ് കാലാവധി ബുധനാഴ്ചയോടെ അവസാനിക്കുന്ന സാഹചര്യത്തിൽ റഹീമിന് ജയിലിന് പുറത്തേക്ക് വരാനുള്ള എല്ലാ വഴികളും തെളിഞ്ഞിരിക്കുകയാണ്. വരാനിരിക്കുന്ന വലിയ പെരുന്നാൾ അവധിക്ക് മുൻപായി തന്നെ അദ്ദേഹത്തിന് ജന്മനാട്ടിലേക്ക് മടങ്ങാനുള്ള അതിവേഗത്തിലുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ റിയാദിൽ സജീവമായി പുരോഗമിക്കുന്നത്. വ്യാഴാഴ്ചയ്ക്ക് ശേഷം സൗദി അറേബ്യയിൽ ഔദ്യോഗിക പെരുന്നാൾ അവധികൾ ആരംഭിക്കുമെന്നതിനാൽ അതിനു മുൻപ് തന്നെ ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കുക എന്നതാണ് നിലവിൽ അധികൃതർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഫൈനൽ എക്സിറ്റ് അടക്കമുള്ള ആവശ്യമായ രേഖകൾ ലഭ്യമാക്കുന്നതിനായി ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും റിയാദിലെ മലയാളി സാമൂഹിക പ്രവർത്തകരും സംയുക്തമായി രംഗത്തുണ്ട്. ബുധനാഴ്ചയോടെ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് റഹീമിനെ ജയിലിൽ നിന്നും ഫൈനൽ എക്സിറ്റ് നടപടികൾക്കായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേക തടവ് കേന്ദ്രത്തിലേക്ക് മാറ്റാനാണ് നിലവിലെ തീരുമാനം. വ്യാഴാഴ്ച ദിവസത്തിനകം തന്നെ ഫൈനൽ എക്സിറ്റ് അനുമതി പത്രം ലഭിക്കുകയാണെങ്കിൽ റഹീമിന് ഒട്ടും വൈകാതെ തന്നെ കേരളത്തിലേക്കുള്ള വിമാനത്തിൽ കയറാൻ സാധിക്കും. എന്നാൽ സാങ്കേതികപരമായ കാരണങ്ങളാൽ ഈ നടപടിക്രമങ്ങളിൽ നേരിയ താമസമെങ്കിലും നേരിടുകയാണെങ്കിൽ പെരുന്നാൾ അവധി പ്രമാണിച്ച് സർക്കാർ ഓഫീസുകൾ അടയ്ക്കുന്നത് പ്രതിസന്ധിയാകും. അങ്ങനെ ഉണ്ടായാൽ അവധി കഴിഞ്ഞ് ജൂൺ 2 മാത്രമേ സൗദിയിലെ സർക്കാർ സ്ഥാപനങ്ങൾ വീണ്ടും തുറന്നു പ്രവർത്തിക്കുകയുള്ളൂ. ഇത് നടപടികൾ വീണ്ടും നീണ്ടുപോകാനും ജൂൺ ആദ്യവാരം വരെ മടക്കം വൈകാനും കാരണമായേക്കാം. കേരളത്തിലേക്കുള്ള വിമാനയാത്രയുടെ കൃത്യമായ തീയതി സംബന്ധിച്ച് ഇതുവരെ അന്തിമമായ തീരുമാനത്തിൽ എത്തിച്ചേർന്നിട്ടില്ലെങ്കിലും നാട്ടിലേക്കുള്ള മടക്കം സുഗമമാക്കുന്നതിനായി ഇന്ത്യൻ എംബസി കഴിഞ്ഞ ദിവസങ്ങളിൽ അടിയന്തരമായ താൽക്കാലിക പാസ്പോർട്ട് അനുവദിച്ച് നൽകിയിരുന്നു. ഔദ്യോഗിക യാത്രാരേഖകൾ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി നൽകിയ ഈ താൽക്കാലിക പാസ്പോർട്ട് ഉപയോഗിച്ചാണ് നിലവിൽ സൗദി അധികൃതർക്ക് മുൻപാകെ എക്സിറ്റ് വിസയ്ക്കുള്ള അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഇത് എത്രയും വേഗം അംഗീകരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് റഹീമിന്റെ കുടുംബവും പ്രവാസി സമൂഹവും. വർഷങ്ങൾ നീണ്ട ഒരു വലിയ നിയമ പോരാട്ടത്തിനും കാത്തിരിപ്പിനും ഒടുവിലാണ് ഇപ്പോൾ ഈ ശുഭപര്യവസാനം ഉണ്ടാകുന്നത്. 2006 ഡിസംബർ 24 സൗദി ബാലനായ അനസ് അൽ ഷഹ്രിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ റഹീമിനെ സൗദി പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും തുടർന്ന് ജയിലിൽ അടയ്ക്കുന്നതും. റഹീമിന്റെ മോചനത്തിനായി ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം ജാതി മത ഭേദമന്യേ കൈകോർക്കുകയും ആവശ്യമായി ദിയാധനം അഥവാ രക്തപ്പണം അഥവാ ബ്ലഡ് മണി സമാഹരിക്കുകയും ചെയ്തിരുന്നു. ആഗോള പ്രവാസി കൂട്ടായ്മ ഒത്തൊരുമയുടെ സമാഹരിച്ച ഭീമമായ തുക ഇന്ത്യൻ എംബസിയുടെ മധ്യസ്ഥതയിൽ റിയാദ് കോടതിയിൽ മുൻപ് തന്നെ വിജയകരമായി കെട്ടിവെച്ചു. ഇതിനെ തുടർന്നാണ് വധശിക്ഷ ഒഴിവാക്കി അബ്ദുൾ റഹീമിന് 20 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ച് കോടതി ഉത്തരവിറക്കിയത്. നിയമം അനുശാസിക്കുന്ന നീണ്ട തടവുകാലമാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത്. പ്രവാസ ലോകവും റഹീമിന്റെ കോഴിക്കോട്ടെ കുടുംബവും ഒരേ മനസ്സോടെ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ്. എന്തായാലും മണിക്കൂറുകൾക്കുള്ളിൽ റഹീമിന് സാധ്യമെങ്കിൽ എക്സിറ്റ് പറ്റും. എന്നാൽ ഏതെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ നീണ്ടുപോയാൽ അത് ജൂൺ 2 നീണ്ടുപോകുമെന്നുള്ളതും ഒരു ദുഃഖ സൂചനയായി മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും 20 വർഷത്തെ കാത്തിരിപ്പിനാണ് മണിക്കൂറുകൾക്കുള്ളിൽ വിരാമമാകുന്നത്.